പ്രലോഭനത്തെ അതിജീവിക്കുക. 1 കൊരിന്ത്യർ 10:13. ദൈവം വിശ്വസ്തൻ, അവൻ നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ മാർഗവും തരും. പ്രലോഭനം ഓരോ വിശ്വാസിയും നേരിടേണ്ടി വരുന്ന ഒന്നാണ്. വിശ്വാസത്തിൽ എത്ര ശക്തനായാലും പ്രലോഭനം ജീവിതത്തിൽ വരും. അത് നിങ്ങളുടെ ദുർബലതയുടെ അടയാളമല്ല. യേശുവിന് തന്നെയും പ്രലോഭനം നേരിട്ടിരുന്നു. എന്നാൽ പ്രധാനമാണ് നാം അതിനെ എങ്ങനെ നേരിടുന്നു എന്നത്. 1 കൊരിന്ത്യർ 10:13 ബൈബിൾ നമ്മോട് പറയുന്നു, ദൈവം വിശ്വസ്തനാണ്, അവൻ നമ്മെ സഹിക്കാൻ കഴിയാത്ത പ്രലോഭനം നേരിടാൻ അനുവദിക്കില്ല. നമ്മെ രക്ഷിക്കുന്ന ഒരു മാർഗം അവൻ എല്ലായ്പ്പോഴും ഒരുക്കും. ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രലോഭനത്തെ നേരിടുമ്പോൾ നാം ഒരിക്കലും ഏകാന്തരല്ല എന്ന്. മത്തായി 4 യേശു പ്രലോഭനത്തെ എങ്ങനെ അതിജീവിച്ചു എന്നത് നമ്മൾ കാണുന്നു. 40 ദിവസം ഉപവസിച്ചതിനു ശേഷം അവൻ്റെ ശരീരം ദുർബലമായിരുന്നു. എന്നാൽ അവൻ്റെ ആത്മാവ് ദൈവത്തിൽ ശക്തമായിരുന്നു. സാത്താൻ അവനെ ഭക്ഷണത്തിലൂടെയും അഭിമാനത്തിലൂടെയും അധികാരത്തിലൂടെയും പ്രലോഭിപ്പിച്ചു. ഓരോ പ്രലോഭനത്തെയും യേശു വേദപുസ്തകത്തിലെ വചനങ്ങൾ കൊണ്ട് മറുപടി നൽകി. ഇതിലൂടെ ദൈവവചനം ശത്രുവിൻ്റെ വഞ്ചനകളെ തോൽപ്പിക്കാൻ ശക്തമായ ആയുധമാണെന്ന് കാണിക്കുന്നു. യേശു തൻ്റെ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചില്ല. അവൻ പിതാവിൻ്റെ സത്യത്തിൽ വിശ്വസിച്ചു. പ്രലോഭനം സാധാരണയായി ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. സാത്താൻ പലപ്പോഴും പാപത്തെ നിരപരാധമായതുപോലെ ആകർഷകമായതുപോലെ കാണിക്കും. അതിനാൽ നാം ജാഗ്രതയോടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം. പ്രലോഭനത്തെ അതിജീവിക്കാൻ ഒരു പ്രധാന മാർഗം ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ്. ദിവസേന വേദപുസ്തകം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പ്രലോഭനത്തെ തിരിച്ചറിയാനും അതിനെ പ്രതിരോധിക്കാനും നമുക്ക് കഴിയും. യേശു എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ നമ്മെ അതുപോലെ തന്നെ സത്യത്തിൽ നടക്കാൻ വിളിക്കുന്നു. പ്രാർത്ഥനയും പ്രലോഭനത്തിനു എതിരെയുള്ള ശക്തമായ ആയുധമാണ്. ദിനംപ്രതി ദൈവത്തോട് ശക്തിക്കായി അപേക്ഷിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധം ഉറപ്പിക്കുകയും നാം ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ, ഞങ്ങളെ പ്രലോഭനത്തിൽ ആക്കാതിരിക്കുക, ദുഷ്ടനിൽ നിന്ന് വിടുവിക്കണമേ. പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ സജ്ജമാക്കുകയും ശത്രുവിൻ്റെ വഞ്ചനകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം തരികയും ചെയ്യുന്നു. പ്രലോഭനത്തിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും പ്രധാനമാണ്. നിങ്ങളെ തെറ്റുവഴിക്ക് നയിക്കുന്ന ഇടങ്ങൾക്കോ സാഹചര്യങ്ങളിലേക്കോ പോകരുത്. പ്രലോഭനത്തിൽ നിന്ന് ഓടിപ്പോകുന്നത് ദുർബലതയല്ല, അത് ജ്ഞാനമാണ്. ദൈവഭക്തിയുള്ള സുഹൃത്തുക്കളുമായോ ഗുരുക്കന്മാരുമായോ സമയം ചെലവഴിക്കുന്നത് ആത്മീയ ശക്തി നൽകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പാപം നൽകുന്ന ഏത് സുഖത്തേക്കാളും ശ്രേഷ്ഠമാണെന്ന് ഓർമ്മിപ്പിക്കുക. പ്രലോഭനം എല്ലായ്പ്പോഴും താൽക്കാലികമായ സന്തോഷം വാഗ്ദാനം ചെയ്യുമ്പോൾ ദൈവം ശാശ്വതമായ സന്തോഷം, സമാധാനം, സ്വാതന്ത്ര്യം നൽകുന്നു. അവൻ്റെ സ്നേഹത്തിലും പദ്ധതികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രലോഭനം ശക്തി നഷ്ടപ്പെടും. കർത്താവേ, നീ വിശ്വസ്തൻ ആയതിനും പ്രലോഭനത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം ഒരുക്കിയതിനും നന്ദി. എന്നെ ശക്തിപ്പെടുത്തുകയും പാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ജ്ഞാനത്തോടെ മാറി നടക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. നിന്റെ വചനത്തിൽ ഉറച്ചു നിന്ന് വിജയം നിറഞ്ഞ ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.